ഹലോ നമസ്കാരം. മഞ്ജലീസ് ഫുഡ് ആൻഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒട്ടും താമസിയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചരുവത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ 750 ഗ്രാം കപ്പയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി നല്ല പുഴുക്കിനൊക്കെ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പാൽക്കപ്പയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞെടുക്കേണ്ടതുകൊണ്ട് അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ കപ്പ വെള്ളമൊക്കെ പോയി നന്നായിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെന്തുടയുന്ന കപ്പ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഫ്രഷായിട്ടുള്ള തേങ്ങാപ്പാൽ, പിഴിഞ്ഞ തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാനൊരു 2ാം പാൽ ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 750 ഗ്രാം കപ്പയിലേക്കാണ് ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 6 കൊച്ചുള്ളിയും ഒരു 2 പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് കഷ്ണങ്ങളൊക്കെ ആ തേങ്ങാപ്പാലിലേക്ക് ഒന്ന് പിടിച്ച് നന്നായിട്ട് വെന്തുടഞ്ഞ് നമുക്കെടുക്കണം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കണം. അപ്പോഴേക്കും കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് നുടഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാൻ കുറച്ച് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ, നല്ല കട്ടി തേങ്ങാപ്പാലാണ്. അതായത് 1ാം പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് കുറച്ച് നീണ്ട രീതിയിലായിരിക്കും കഴിക്കാനായിട്ട് ഇഷ്ടം, ചിലർക്ക് കുറച്ചുകൂടി കുറുകി ആ ഒരു രീതിയിലായിരിക്കും കഴിക്കാനിഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ ഒന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ കടുക് വറുക്കുമ്പോൾ നമ്മൾ കറിവേപ്പിലയും വറ്റൽമുളകും കടുകും മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അപ്പം പാനൊക്കെ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകും കൂടെ ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ എടുക്കുമ്പം ശ്രദ്ധിക്കുക, മാക്സിമം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ ഒരു നാടൻ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-6 കൊച്ചുള്ളി, ഒരു 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, വറ്റൽമുളക്, നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകരുത്. അപ്പോൾ കരിഞ്ഞു പോകുമ്പോൾ കൊച്ചുള്ളിയൊക്കെ വേറൊരു ടേസ്റ്റിലോട്ട് പോകും. അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടെ കപ്പയിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ലൊരു മണമൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല കട്ടിപ്പാൽ തന്നെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ചൂടാക്കി, അധികം നേരം തിളപ്പിക്കാതെ പെട്ടെന്ന് തന്നെ ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്